എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഉറക്കം ശരിയായി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കം ബ്രേക്കായിട്ടാണ് വരുന്നതെങ്കിൽ, സമയത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, സമയത്തിന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, കൂടുതൽ സമയം ഉറങ്ങുന്ന വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഉറങ്ങിയതിന് ശേഷവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷായി ഫീൽ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നമുക്കെല്ലാവർക്കും മനസ്സിലാവും അത് എത്രത്തോളം ഡിസ്റ്റർബിംഗ് ആണ് എന്നുള്ളത്. ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന അവസാനത്തെ 2 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണാൻ അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സാധാരണ ഉറക്കത്തെ ഇംപ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്ന 10 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CBT റിലേറ്റഡ് ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള 10 ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനം റെഗുലർ ബെഡ് ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് കിടക്കാൻ പഠിക്കുക, കൃത്യമായ സമയത്ത് എഴുന്നേൽക്കാൻ പഠിക്കുക. നിങ്ങൾ തീരുമാനിക്കൂ, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറക്കം വേണം. 7 മണിക്കൂർ വേണോ 8 മണിക്കൂർ വേണോ എന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് കൃത്യമായ ബെഡ് ടൈം എല്ലാ ദിവസവും 11 മണിക്ക് കിടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും 11 മണിക്ക് കിടക്കുകയും രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുകയും ശീലം ബിൽഡപ്പ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യം പോലെയുള്ള ഒരു ശീലം. രാവിലെ എഴുന്നേറ്റതിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് നേരം തീർച്ചയായും നിങ്ങൾ സൺലൈറ്റിൽ സമയം ചെലവഴിക്കണം. അതും വളരെയധികം ഗുണം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം, ഭക്ഷണത്തിന് ശേഷം രാത്രി വരെ നിങ്ങൾ കഴിക്കുന്ന ബെവറേജസിൽ കഫൈനിൻ്റെ അളവ് ഇല്ലാതാക്കുവാൻ ശ്രദ്ധിക്കുക. അത് കോഫി ആണെങ്കിലും ചായ ആണെങ്കിലും മറ്റ് ശീതള പാനീയങ്ങളാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം, ഭക്ഷണശേഷം, രാത്രി ഉറക്കം വരെ ഇതെല്ലാം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ബെഡ്റൂം പരമാവധി കൂളായി നിലനിർത്തുവാൻ ശ്രമിക്കുക. നമ്മുടെ നാട്ടിലെ സമ്മർ മാസങ്ങളിൽ ബെഡ്റൂം കൂളായി നിർത്തുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ വീടിന് ചുറ്റും ധാരാളം മരങ്ങൾ വളർത്തുക. അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ജനലും വാതിലും തുറന്നിടുക. AC ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയും, പക്ഷേ തണുത്ത ബെഡ്റൂമായിരിക്കും ഏറ്റവും നല്ലത്. ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നു. പോരാത്തതിന് ദഹന പ്രക്രിയ മാക്സിമം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഉറക്കത്തെയും സഹായിക്കും. ഉറക്കത്തിന് മുമ്പും നിങ്ങളൊരു റൂട്ടീൻ ഫോളോ ചെയ്യണം. അതായത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് പുസ്തകം വായിക്കാം. മൊബൈൽ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറയുന്നത് വളരെ തീർച്ചയായും ചെയ്യേണ്ട കാര്യമാണ്. 15 മിനിറ്റോളം നിങ്ങൾക്ക് വായിക്കാം. അതിനുശേഷം ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. അതിനുശേഷം ഉറങ്ങാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ബിഫോർ ബെഡ് റൂട്ടീൻ അല്ലെങ്കിൽ ബിഫോർ സ്ലീപ്പ് റൂട്ടീനായി നമുക്ക് ഫോളോ ചെയ്യാം. ഏകദേശം ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് തന്നെ പരമാവധി പ്രകാശമുള്ള ലൈറ്റുകൾ കുറയ്ക്കുക. നമ്മളുടെ കണ്ണുകളും ശരീരവും രാത്രി ആവാറായി എന്നുള്ള ആ നിലയിലേക്ക് പതിയെ എത്തുന്നതിന് വേണ്ടിയിട്ടാണത്. രാത്രി ഡിന്നറിന് ശേഷം സ്ക്രീൻ ടൈം വളരെയധികം കുറയ്ക്കുക. അതായത് ബെഡ്റൂമിലേക്ക് നമ്മുടെ സ്ക്രീൻസ് എത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവിടെ നിന്നും എടുത്തു മാറ്റുക. ക്ലോക്കും ബെഡ്റൂമിൽ ഇല്ലാതിരിക്കുന്നതാണ് ഉത്തമം. പകൽ സമയം പരമാവധി ആക്റ്റീവായിരിക്കുക. നടക്കുക, ജോലികൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്റ്റീവായിരിക്കുക. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയുള്ള സ്ലീപ്പ് പ്രയോറിറ്റൈസ് ചെയ്യുക. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ ടിപ്പ്, 11ാമത്തെ ടിപ്പ്, ഇതിന് ബോണസായി നിങ്ങൾ കാണുക. ബെഡ്റൂം അല്ലെങ്കിൽ ബെഡ് ഉറക്കത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതായത് ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കുവാനോ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ലാപ്ടോപ്പിൽ സിനിമ കാണുകയോ പുസ്തകം വായിക്കുകയോ ഇരുന്ന് പുസ്തകം വായിക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലികൾ ചെയ്യുകയോ ഭക്ഷണം കഴിക്കുകയോ ഇതൊന്നും ചെയ്യരുത്. കാരണം ബെഡും ബെഡ്റൂമും ഉറങ്ങാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള അവസ്ഥ, എന്നുള്ള ചിന്ത, എന്നുള്ള സ്ട്രോങ് ആയ ബിലീഫ്
നിങ്ങളുടെ തലച്ചോറിന്, നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായാലേ നമുക്ക് കിടന്ന ഉടനെ ഉറക്കം വരുള്ളൂ. ഇതും പ്രധാനമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ വീഡിയോ മുഴുവനായും കണ്ടത് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. നമസ്കാരം.